ശശി തരൂരിനെ പോലെയുള്ള ഒരാളെ ഏതെങ്കിലും രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കാര്യം ഉറപ്പ്, കേരള രാഷ്ട്രീയത്തിൽ ശശി തരൂർ അനാഥാവില്ല. കോൺഗ്രസ് നേതാവ് ശശി തരൂരിന് മുമ്പിൽ CPM നേതാക്കൾ CPMന്റെ വാതിലുകൾ തുറന്നിടുകയാണോ എന്ന സംശയം ബലപ്പെടുത്തുന്ന നിലയിലുള്ള പ്രതികരണങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇന്ന് മാധ്യമങ്ങളെ കണ്ട CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കാണ് ഏറ്റവും ശക്തമായ സൂചന നൽകിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു. തരൂർ അങ്ങനെ കോൺഗ്രസ് ഉപേക്ഷിച്ചാൽ അനാഥമാക്കപ്പെടില്ല എന്നൊരു സൂചന തോമസ് ഐസക് നൽകുകയുണ്ടായി. നമുക്ക് തോമസ് ഐസക്കിന്റെ വാക്കുകൾ ഒന്ന് മുഴുവനായി കേൾക്കാം. തരൂരിനെ പോലുള്ളവര് കോൺഗ്രസിൽ ഇത്രയും നാൾ തുടർന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം. കേരള സംസ്ഥാനത്ത് വ്യവസായവൽക്കരണത്തിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്, വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കേന്ദ്ര സർക്കാർ അടക്കമുള്ളവരെല്ലാം വ്യവസായികൾ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. അത് പറഞ്ഞതിൻ്റെ പേരിൽ ഈ കോലാഹലം മുഴുവൻ. അങ്ങനെ സത്യം തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കോൺഗ്രസ് എങ്കിൽ അദ്ദേഹം വേറെ വഴികൾ നോക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കോൺഗ്രസ് വിട്ടു എന്നുള്ളത് കൊണ്ട് ശശി തരൂർ അനാഥാവില്ല കേരള രാഷ്ട്രീയത്തിൽ. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം നിലപാടുകൾ വ്യക്തമാക്കട്ടെ. അദ്ദേഹം വരികയാണെങ്കിൽ CPM തയ്യാറാണ് സ്വീകരിക്കാൻ. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് എത്ര പേരെയാണ് സ്വീകരിച്ചിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം കോഴിക്കോട് പാർട്ടി സെക്രട്ടറി അല്ലേ ചെന്ന് അവരെ കൈകൊടുത്ത് സ്വീകരിച്ചത്. അപ്പോൾ ശശി തരൂരിനോട് ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പുണ്ടാവേണ്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശശി തരൂർ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വായിൽ ഞങ്ങളുടെ വാക്കുകൾ തിരികെ കയറ്റാനൊന്നും ഞാനില്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാവട്ടെ. ഒരു കാര്യം ഉറപ്പ്, കേരള രാഷ്ട്രീയത്തിൽ ശശി തരൂർ അനാഥാവില്ല. ഇതോടൊപ്പം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്ററും സമാനമായ രീതിയിൽ ഒരു മൃദു സമീപനം ശശി തരൂരിനോട് സ്വീകരിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ വ്യക്തമായിരുന്നു. നമുക്ക് MB ഗോവിന്ദൻ മാസ്റ്റർ ഈ തരൂർ വിവാദത്തിൽ നടത്തിയ ഏറ്റവും പുതിയ പ്രതികരണം ഒന്ന് കണ്ടുവരാം. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ഈ ശശി തരൂരിൻ്റെ അഭിമുഖം ഇന്നിപ്പൊരു വാർത്തയായി വന്നിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് അതിനെ നയിക്കാൻ അനുയോജ്യനായ നേതാക്കളില്ല എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതേ നില തുടർന്നാൽ LDFന് വീണ്ടും അധികാരത്തിലേക്ക് വരാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ശരിയായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയും തെറ്റായ കാര്യങ്ങൾ വരുമ്പോഴും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷം ചെയ്യേണ്ടുന്ന കാര്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി നേതൃത്വം വരെയുള്ള ശശി തരൂരിനെ പോലുള്ളവർക്ക് പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. ഇപ്പോൾ ഇന്ത്യക്ക് തന്നെ മാതൃകയാവുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് ഈ രാജ്യവും ലോകവും ഗൗരവത്തോടെ കണ്ടിട്ടുണ്ട്. വളരെ വ്യക്തതയോടുകൂടി ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 1.5 ലക്ഷം കോടി രൂപയുടെ പുതിയ നിക്ഷേപമാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. അത് പുതിയ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിച്ചുകൊണ്ട് തന്നെ, ആളോഹരി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ ലോകത്തെ വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഒരു 10-20 വർഷക്കാലം കൊണ്ട് കേരളത്തെ എത്തിക്കാനാവും. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം.
ആ തലത്തിലേക്ക് കേരളത്തെ നീക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് മറികടക്കാനാവില്ല എന്നാണ് ശശി തരൂർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് തികച്ചും ശരിയായ കാര്യമാണെന്നാണ് എൻ്റെ തരൂർ പറഞ്ഞത് പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ താൻ വേറെ വഴി നോക്കുകയാണ്. ആ രീതിയിൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഞാൻ ഇടപെടുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കാൻ സാധിക്കുന്നതാണ്. ശശി തരൂരിനെ പോലെയുള്ള ഒരാളെ ഏതെങ്കിലും രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ കോൺഗ്രസ് കൃത്യമായിട്ട് അദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിലപാട് സ്വീകരിക്കാൻ കഴിവുള്ള ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ധാരണ